സ്നേഹത്തോടെ നിന്റെ ശരീരം എനിക്ക് നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. കർത്താവിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ മെൽട്ടാകണം. അത്രയും ദൈവസ്നേഹം ഉണ്ടാകണം. എൻ്റെ മക്കളെ സത്യം പറയണം, നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടായാൽ മാത്രം മതി. വേറെ അപ്പത്തേനും നിങ്ങൾ ഉടമ്പടിയിലാകും. വെർച്വൽ ഉടമ്പടി എന്ന് നമ്മൾ പറയത്തില്ലേ, വെർച്വൽ ഉടമ്പടി, ഫിസിക്കൽ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്. ഇവിടെ വെർച്വൽ ഉടമ്പടിയുണ്ട്. വെർച്വൽ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ദൈവത്തോട് പ്രണയം തോന്നി ദൈവത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമാകുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയിലായി. വെർച്വൽ ഉടമ്പടി എന്ന് പറയും അതിനെ. ഓൺലൈൻ കാലത്തേക്ക് കോടതിയിലൊക്കെ നടന്നത് വെർച്വൽ ആയിട്ടുള്ള ഡിസിഷൻ വിസ്താരമൊക്കെ നടന്നത് ഓൺലൈനിൽ. അപ്പോൾ ഇതുപോലെ നമ്മളെ ഫിസിക്കലായിട്ട് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ദൈവവുമായിട്ട് ഉടമ്പടിയിലാകാൻ പറ്റും. കാര്യം ഉടമ്പടി ഒരു ശാശ്വതമായ യാഥാർത്ഥ്യമാണ്. അതിന് അന്തസത്യം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, മനുഷ്യരെ സേവിച്ച് ശുശ്രൂഷ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരുടെയും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ഈ വിർച്വൽ ഉടമ്പടിക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അതിൻ്റെ പദാർത്ഥം അത് ഫിസിക്കൽ ഉടമ്പടിയായിട്ട് എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യണത്? അതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വിർച്വൽ ഉടമ്പടിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ല, കുറവാണ്. കാര്യം നിങ്ങൾ ഇത് ചെയ്തിരിക്കണത് ഡു യു മീൻ ഇറ്റ്, നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നണം. നിങ്ങൾ അതായത് ഒരാൾക്ക് വിർച്വൽ ഉടമ്പടി ചെയ്ത് ദൈവവുമായിട്ട് അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിന് പരിമിതികളുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കമ്പൽസറി ആയിട്ടുള്ള മെഷീനറി മെഷേഴ്സ് ഇല്ല. ഈ ഉടമ്പടി ഫിസിക്കൽ ഉടമ്പടി മാത്രമേ കമ്പൽസറി ഫിസിക്കൽ മെഷീനറി മെഷേഴ്സ് ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? നിങ്ങളെ രോഗികളെ പോയി കാണണം, ഇല്ലേ? അവന് ബൈബിള് വായിക്കണം, ദൈവസ്നേഹത്തോടെ വായിക്കണം. പിന്നെ നിങ്ങളുടെ അധ്വാന ബലം പാവത്തുങ്ങളുമായിട്ട് പങ്കുവെക്കണം. ഈ പങ്കുവെപ്പിൻ്റെ ഒരു വലിയ മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു മാസം 10,000 പേർ ഉടമ്പെടുക്കുമെങ്കിൽ ഈ 15,000 പേരും തങ്ങളുടെ സമ്പത്തുകൾ ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അത്രയും മനുഷ്യർ തന്നെ ഭക്ഷണം പങ്കുവെക്കുന്നു, വസ്ത്രം പങ്കുവെക്കുന്നു, പണം പങ്കുവെക്കുന്നു, പഠനങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ പങ്കുവെപ്പിൻ്റെ വലിയൊരു ലോകം. ഇതെല്ലാം നമ്മൾ മുദ്രയായിട്ട് മാറുകയാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം നമ്മൾ സീരിയസ് ആണെന്നറിയാം. ദൈവത്തിന് വിർച്വൽ ഉടമ്പടി ദൈവം നമ്മൾ സീരിയസ് ആണെന്ന് അറിയത്തില്ല. അത് നിങ്ങളങ്ങനെ ആന്തരികം എടുക്കുന്ന മാനസികമായൊരു തീരുമാനമല്ലേ. അത് മനസ്സമ്മതം പോലെ വരും, കല്യാണമല്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ അതൊരു ഫിസിക്കൽ അഫെയറായിട്ട് മാറുകയാണ്. തീർത്ഥാടന ഉടമ്പടിയിൽ അതൊരു ഫിസിക്കൽ അഫെയറായിട്ട് മാറും. നിങ്ങളത് വീട്ടിൽ പോയി കഴിയുമ്പോഴും ഉടമ്പടി തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തെ മനസ്സിലാകും നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ചെയ്യണത്. നിങ്ങളുടെ വിഷയത്തെക്കാൾ ദൈവത്തിൻ്റെ വചനം നടപ്പിൽ വരുത്തുന്നതിന് എപ്പോഴാണ് നിങ്ങൾക്കൊരു മുൻതൂക്കം കിട്ടുന്നത്, അപ്പം മുതൽ ഉടമ്പടി ആളി കത്താൻ തുടങ്ങും. ഇപ്പം ചില ആൾക്കാർ പാവത്തുങ്ങൾക്ക് ആശുപത്രി കൊണ്ടുപോയി മരുന്നിന് അവരുടെ ബില്ലിൻ്റെ പൈസ അടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ അടക്കും. മറ്റൊക്കെ ആശുപത്രിയിലുള്ള കെയർ ടേക്കേഴ്സിന് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കണം, വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം എന്നൊക്കെ. എന്നാലും ചില പറയും കൈവിട്ട് കളിക്കേണ്ട, എങ്ങനെ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടിയില്ല, പിന്നെ എന്ത് ചെയ്യും, കയ്യിൽ കൂടി പോകത്തില്ലേ.
ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇതിനാണ് ഭയങ്കര പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നമുക്ക് ദൈവാനുഗ്രഹം നമ്മുടെ അക്കൗണ്ടിൽ വരണത് വരെ കൈവിട്ട് കളിക്കത്തില്ല. ഇതിങ്ങനെ ഈ പെരിച്ചാഴികളുടെ എണ്ണം ഒരു 90% വരും. 90%. എന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹം വന്ന് ചേരണവരെ കൈവിട്ട് കളിക്കത്തില്ല. അതിന് പറയാൻ ഇവരെന്താ പറയണത്? അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ കൈ ഉള്ള കൂടി പോകില്ല ഇപ്പം എന്ന് പറയും. അപ്പോൾ ദൈവത്തെ നിങ്ങളുടെ നക്കാപ്പിച്ച കാശ് കൊണ്ട് അളന്ന് നോക്കും. അതോടുകൂടി ദൈവം മുട്ടുകാൽ തല്ലി പൊട്ടിക്കും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പണ്ടാരത്തിന് ഇങ്ങോട്ട് വിളിച്ചാന്ന് ചോദിക്കും ദൈവം. എനിക്ക് വീട്ടിലെങ്ങാനും കുത്തിയിരിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകളിൽ ദൈവസ്നേഹത്തോട് ചെയ്യുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തിന്റെ പാട് സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ കഴിഞ്ഞ ദിവസം ജോജോ പാല എന്ന് പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ചില സാക്ഷ്യങ്ങൾ മാതാവ് എന്നോട് പറയും, ജസ്റ്റ് ലിസൺ ഇറ്റ് എന്ന് പറയും. കാര്യത്തിൽ മാതാവിൻ്റെ സ്വന്തം സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവം ഈ മനുഷ്യരാശിയോട് ദൈവം ഒരു സാക്ഷ്യങ്ങൾ പലതരമാണ്. ദൈവം ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയോട് മാത്രം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ കമ്മ്യൂണിക്കേഷനുള്ള സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവം എൻ്റെ ഹ്യൂമാനിറ്റിയോട് സംസാരിക്കുന്ന സാക്ഷ്യം ഉണ്ടാകും. എക്കാലവും അത് സാർവജനീനമായിരിക്കും, സാർവകാലികമായിരിക്കും. എല്ലാ കാലങ്ങളും സത്യമായിരിക്കും, എല്ലാ ജനങ്ങൾക്കും അത് സത്യമായിരിക്കും. ഒരു പ്രാദേശികതയ്ക്ക് അപ്പുറത്തായിരിക്കും അതിൻ്റെ സാക്ഷ്യം. ജോജോയുടെ സാക്ഷ്യം അങ്ങനെ ഒരു സാർവജനീനമായ ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യം ഇത്രയേ ഉള്ളൂ. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. ചെറിയൊരു സംഭവമാണ്. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയ പോലെ പുള്ളിക്ക് തോന്നി. അതൊരു വല്ലാത്ത തോന്നലായി, ഒരു 1.5 തോന്നലേ. അതെന്താണെന്ന് പറയുക, അങ്ങനെയുടെ സാക്ഷ്യം തുടങ്ങണത് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ അങ്ങനെ പറയണത്, ഞാൻ 25 വർഷമായി UK സെറ്റിൽഡാണ് എൻ്റെ ഭാര്യയുമായിട്ട്. എൻ്റെ മക്കളും 2 പേരും അവിടെ ജനിച്ചവരാണ്. അവർക്ക് കല്യാണം കഴിച്ചു, അവർക്ക് ജോലിയുണ്ട്. എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട്, എനിക്കിപ്പോഴും ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. ഞങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷമായ രീതിയിൽ ആണ് അവിടെ ജീവിച്ചത്. അപ്പോൾ നോക്കിയ ഒരു മനുഷ്യന് വീടിന് വീട്, മേൽത്തരം ഭയം പറയുന്നുണ്ട്, മേൽത്തരം ഭവനങ്ങൾ, മേൽത്തരം വാഹനങ്ങൾ. ഓരോ സമയത്തും അതാ സമയത്ത് കമ്പനി ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണല്ല, ഈ കുറേ പണമായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് അവരെക്കാൾ മെച്ചമായ ജീവിതം ആരാണ് ജീവിക്കണമെന്ന് നോക്കിയിട്ട് അവരുപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒപ്പം അപ്ഡേറ്റ് ചെയ്യും. മനുഷ്യനിങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ നമ്മളെക്കാൾ മെച്ചമായിട്ടുള്ള ആരാണ് ജീവിക്കണതെന്ന് നോക്കിയിട്ട് നമ്മളൊരിക്കലും താഴേക്ക് നോക്കും. നമ്മൾ അനിയൻ ചിലപ്പോഴും ഇപ്പോഴും പശുവിനെ വളർത്തി നടക്കണുണ്ടാവും, അവർ നോക്കത്തില്ല, അവർ തിരക്കത്തില്ല. ഭാര്യയുടെ ആങ്ങളമാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കും. അതാണ് പ്രശ്നം. സ്വന്തം കൂടപ്പുറപ്പ് എങ്ങനെ ജീവിക്കണം എന്നല്ല നോക്കണത്, ഭാര്യയുടെ ആങ്ങളമാർ. ഇപ്പോൾ അളിയനെ എങ്ങനെ കവച്ച് വെക്കാൻ പറ്റും, അതാണ്. എന്നിട്ട് ഭാര്യയുമായിട്ട് വഴക്കിടുമ്പോൾ അളിയൻ്റെ പേരാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്നതിൻ്റെ കേടാണ്, എപ്പോഴും എൻ്റെ ആങ്ങളെ മേശക്കൾ കയറണം എന്തിനാണ് എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ ഭാര്യയുടെ മുമ്പിൽ പുള്ളിക്ക് ഞാൻ ജോജിയുടെ കാര്യമല്ല പറയണത്, ഞാൻ പൊതുവായിട്ട് പറയണം കേട്ടോ, ആമഷ അതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ചില ഉടമ്പടി വിരുദ്ധമായ വിചാരങ്ങളെ വിചാരണ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഇത് നിങ്ങൾ പറയുന്ന പ്രാർത്ഥനീയ രൂപങ്ങളല്ല ഈ സംഭവം. ഇത് വളരെ സൂക്ഷിച്ച് തന്ത്രപരമായിട്ട് ആണ് ഇതിനെ സമീപിക്കേണ്ടത്. ഇങ്ങനെ ഒരു ട്രേസ്, ഇപ്പം നിങ്ങളുടെ അളിയനുമായിട്ട് കോമ്പറ്റീഷനാണ്, നിങ്ങൾ അളിയൻ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കിയിട്ട് ആ വണ്ടി ഞാൻ വാങ്ങിക്കണം, അപ്പോൾ മാത്രം. അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ
കുറച്ചുകൂടി ഫുൾ ഓപ്ഷനുള്ളൊരു വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ ഭാര്യയുടെ അടുത്ത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇവളുടെ മുമ്പിൽ ഞാൻ കുറച്ചുകൂടി ഉയർന്ന ഒരാളാകും. അപ്പോൾ നിൻ്റെ അളിയനെ ഞാൻ വെട്ടിയെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ, അളിയന്മാരുമായിട്ടാണ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യന്മാരൊന്നും മാറിയിട്ടില്ല. മനുഷ്യന്മാരൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയും ഉയർന്ന ശമ്പളം മേടിക്കാൻ വേണ്ടിയും കുറേ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കിട്ടിയെന്നല്ലാതെ ബേസിക്കായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും ഉള്ളത്, പഴയ സ്വഭാവം തന്നെ. ഈ സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പം നമുക്ക് ഒന്നിലും ഇപ്പം നിങ്ങളൊക്കെ ഓരോരോ ആനുകൂല്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാം എന്തിനാണിത്. നാട്ടുകാരുമായിട്ട് ബോധം ഉണ്ടാക്കാനാണോ, നാട്ടുകാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയാണോ ഇപ്പം ഈ അഭ്യാസം കാണിക്കണത് എന്ന് ചോദിക്കാൻ ദൈവം ചോദിച്ചാൽ പറയണം അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ലെ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഒക്കെ എപ്പോഴും ഇപ്പം ഇങ്ങനെ സ്കാനിങ്, ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കൊണ്ടിരിക്കുകയല്ലേ. ദൈവം മിക്കവാറും ചെയ്യണ പെറ്റ് സ്കാനിങ് ആയിരിക്കും മിക്കവാറും ചെയ്യണത്. കോശങ്ങളിൽ പോലും ഡാമേജ് ഉണ്ടെങ്കിൽ ദൈവം പറയും നിൻ്റെ കോശം മൊത്തം ഡാമേജ് ആണെന്ന് പറയും. ഇതൊക്കെ ഈ പെറ്റ് സ്കാനൊക്കെ ഇപ്പോഴല്ലേ ഈ മൈക്രോ മെഡിസിനൊക്കെ കണ്ടുപിടിച്ചത്. എത്രയോ വർഷം മുമ്പേ ദൈവത്തിൻ്റെ കയ്യിൽ പെറ്റ് സ്കാനുണ്ട്. നിൻ്റെ ആത്മാവിൻ്റെ കോശങ്ങൾ വരെ എന്തുമാത്രം ഡാമേജ് ആയിട്ടുണ്ടെന്ന് ദൈവം പറയും. അതുകൊണ്ടാണ് ഉടമ്പടി താമസിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ കൃപയുടെ ആഗിരണം ചെയ്യാൻ തക്കവിധം എന്റെ ആത്മാവിന്റെ കോശങ്ങളെ അഭിഷേകസിദ്ധമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അപ്പോൾ എല്ലാവരും ഈ അനുഗ്രഹത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഈ ജോജിയെ പോലെ ഒരാളായി മാറുക. നിങ്ങൾക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, മരുമക്കൾക്ക് ജോലിയുണ്ട്. ഒന്നിനും കുറവില്ലാത്ത മേൽത്തരം വീട്, മേൽത്തരം വാഹനം, മേൽത്തരം ജീവിതം. ഇത്രയും മേൽത്തരം ജീവിതമാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ ഒരു എന്താണ് ഈ ഇൻഗാസൊക്കെ, ഈ എസ്കിമോയൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അവർ മഞ്ഞിൻ്റെ അകത്ത് ഉള്ള വീടിൻ്റെ അകത്ത് ഒരു ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കുവർ, ഈൽ വിളക്കുകൾ. അതുപോലെ ഒരു വിളക്ക് ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പണ്ട് എവിടെയോ കുടുംബത്തിൽ ജീവിച്ച കാലത്ത് കിട്ടിയ ഇത്തിരി വിശ്വാസം, അതൊരു ഈൽ വിളക്ക് പോലെ ഇതിൻ്റെ അകത്ത് കത്തുകയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ. ദൈവത്തിൻ്റെ ഒരു കൈവെപ്പ് പോലെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വിശ്വാസം. അങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ദൈവത്തോട് അടുപ്പമുള്ള ആളാണെന്നും പിന്നെ വീട്ടുകാരെ കൊണ്ട് തലയിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. ആ മനുഷ്യൻ്റെ സാക്ഷി നല്ല രസം കേൾക്കാൻ. ഞാൻ ഇപ്പോഴും കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്. ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാര്യം എനിക്ക് ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഇത്തിരി ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ ക്ലബ്ബിൽ പോകുന്നുണ്ട്. UK-യിലാണെങ്കിൽ ഇതിനൊന്നും കുഴപ്പമില്ല. ആരോടും ചോദിക്കത്തില്ല, എവിടെയും പോകാം, ആർക്കെവിടെയും ജീവിക്കാം. ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഈ ഭൂമി തരുന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്ന മാക്സിമം സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് ഞാനിപ്പോൾ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അത് കാര്യം ഞാൻ ഇങ്ങനെ ഒരു ആചാരാനുഷ്ഠാനത്തിൽ ജീവിച്ച് പോകുന്ന കാരണം ആ പാരമ്പര്യം കളയേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, അത് എനിക്കത്ര പ്രശ്നമല്ലെന്ന്. അതാണ് പ്രശ്നം. അതാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം. ഈശോ എൻ്റെ അടുത്ത് ആ കുർബാന സ്വീകരണത്തിലൂടെ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ വരുന്നില്ലെങ്കിൽ സങ്കടമില്ല. അങ്ങനെ സങ്കടം മനുഷ്യനില്ല, ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ കുറവ് ഈശോ എൻ്റെ എഴുന്നള്ളി ഈ കുർബാനയിൽ എൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല എങ്കിലാണെങ്കിലും അത് കുറവായിട്ട് ഹീസ് നോട്ട് ഫീലിങ് ഇറ്റ്. ഈശോ ഒരു മനുഷ്യൻ്റെ, ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? അതായത് ചട്ടപ്പടി സഭയുടെ മുമ്പിലും അച്ഛന്മാരുടെ മുമ്പിലും പള്ളിക്കാരുടെ മുമ്പിലും ഇടവക്കാരുടെ മുമ്പിലും ഹീസ് എ ഗുഡ് കാത്തലിക്. അയാൾക്കറിയാം അയാളുടെ ഹിപ്പോക്രാറ്റാണെന്ന് അറിയാം. അയാൾക്കറിയാം പള്ളിയിലെ അച്ഛന്മാരുടെ മുമ്പിൽ ബിഷപ്പിൻ്റെ മുമ്പിലൊക്കെ ഹീസ് എ കാത്തലിക്, ഗുഡ് കാത്തലിക്. പക്ഷെ അയാൾക്കറിയാം
ഈശോ ഒന്നും അയാളുടെ കയ്യിരിപ്പ് കാരണം ഈശോ ഒന്നും കൃപാനിലൂടെ എൻ്റെ ഉള്ളിൽ വരുന്നില്ലെന്നറിയാം. ഇനി വരാതിരുന്നതുകൊണ്ടോ എനിക്ക് അത്രയ്ക്ക് വിഷമമൊന്നും ഇല്ല, അത് കുറവായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരാത്തത്, ഈ അനുഷ്ഠാന മാർഗങ്ങളെല്ലാം ആചരിച്ചിട്ടും വരാത്തത് ഒരു കുറവായിട്ട് തോന്നാത്ത ട്രാജഡിയെ ഇനി എന്ത് വെക്കാബറി ഉപയോഗിച്ച് പിടിക്കണമെന്ന് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് പത്തറ്റിക്കാണ് കണ്ടീഷൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നാം കേൾക്കുന്ന ധ്യാനത്തിലൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അന്തരാത്മാവിലേക്ക് പകർന്നു തരാൻ അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. നഷ്ടപ്പെടുമ്പോ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുവാൻ ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവസംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നീ